ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊടൈക്കനാലാണ്. നമ്മുടെ അതിമനോഹരമായ നമ്മുടെ എന്താ പറയുക മഞ്ഞുമൽ ബോയ്സൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഗുണാക്കയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കോട്ടേജ്. അപ്പോൾ നമ്മളുടെ AG കോട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ധാരാളം കോട്ടേജ്. അപ്പോൾ നമ്മൾ കോട്ടേജ് നമ്പർ 7 ആണ് നമ്മുടെ കോട്ടേജ്. അപ്പം ഇന്നത്തെ നമ്മുടെ ദിവസം എന്ന് പറഞ്ഞാൽ വളരെ അൺലക്കി ആയിട്ടുള്ള ദിവസമായിട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് പതിവില്ലാതൊരു മഴയും ഞങ്ങൾക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് റൂമിൽ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് മഴ ഇങ്ങനെ തോർന്നപ്പോൾ ജസ്റ്റ് നിങ്ങളെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് കഴിച്ച് നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. നമ്മൾ കോട്ടേജിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് നമ്മൾ കാണുന്ന ഒരു വ്യൂ ആണ്. അതിമനോഹരമായിട്ട് നല്ല ഒരു ഗാർഡൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്ന ചെറിയ തറയോടുകളൊക്കെ പതിച്ച് രണ്ട് സൈഡിൽ ചെറിയ ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ വേലിയൊക്കെ തീർത്ത് അതിമനോഹരമായൊരു നടപ്പാതയുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഇതുണ്ടോ അതിമനോഹരമായ ഇതിൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നല്ല സെറ്റപ്പായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അങ്ങേ ലാസ്റ്റ് ഭാഗം കൂടെ ഞാൻ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതാണ് അടുത്തൊരു കോട്ടേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ വേറൊരു കോട്ടേജ് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കോട്ടേജ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കോട്ടേജ് എന്ന് പറയുന്നത്. ചെറിയ ഒരു കോട്ടേജാണ്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേട്ടോ അത്യാവശ്യം ഇവിടെ നമ്മുടെ കൊടൈക്കനാലിൻ്റെ ധാരാളം കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞു. നമ്മൾ ഇച്ചിരി ടോപ്പിലാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളിവിടെ നിന്ന് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ മൊത്തം ഈ കോട്ടേജ് നിൽക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിനകത്ത് ധാരാളം ചെറിയ ചെറിയ കോട്ടേജുകളൊക്കെ ഇതിനകത്തുണ്ട്. നല്ല അടിപൊളി തണുപ്പ് കാരണം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. തണുപ്പ് ഇപ്പോൾ നമ്മുടെ ഒരു ഏകദേശം മാർച്ച് മാസമാണ്, എങ്കിൽ തന്നെ നല്ല തണുപ്പും അതുപോലെ ഒരു മഴയൊക്കെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞ് ഇങ്ങനെ നട ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കാണാൻ പറ്റുന്നത്. കോടമഞ്ഞ് ഇങ്ങനെ മൂടി വരുന്ന ഒരു അന്തരീക്ഷമാണ്. അത്രയ്ക്ക് നല്ല തണുപ്പാണ് നമ്മുടെ ഇപ്പം നമ്മൾ നിലവിൽ കൊടൈക്കനാൽ. അപ്പം നമുക്ക് നല്ല ചീപ്പ് റേറ്റിനാണ് കേട്ടോ. നല്ലൊരു അത്യാവശ്യം നല്ല കോട്ടേജാണ്. നമുക്ക് വലിയ കോസ്റ്റ്ലി റേറ്റൊന്നുമില്ല. നല്ലൊരു കോട്ടേജ് കിട്ടി. അതിമനോഹരമായൊരു ഗാർഡനാണ്. പക്ഷേ ഇതൊക്കെ എൻജോയ് ചെയ്ത് പുറത്തൊക്കെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഭയങ്കര മഴയും അതുപോലെ തന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ്. കൊടൈക്കനാൽ ടൗണിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു കോട്ടേജ് വരുന്നത്. അപ്പം നമുക്ക് തീർച്ചയായും നഗരത്തിൻ്റെ അതായത് ആ ടൗണിൻ്റെ വാഹനങ്ങളുടെ ഒച്ചപ്പാട് തിരക്കുകളൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് വളരെ ക്യാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുകയും നല്ല കട്ടൻ ചായയൊക്കെ ഇട്ട് നമുക്ക് കുടിച്ച് നമുക്ക് ഈ ഗാർഡനിൽ കൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ പെയ്ത് ഉള്ളതുകൊണ്ട് ഗാർഡനിലേക്കൊക്കെ നമ്മൾ ഇറങ്ങാൻ നന്നായിട്ട് സൂക്ഷിക്കണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അട്ടയില്ലേ, അട്ട ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗാർഡനിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഷൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, അവർ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ അട്ട കടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നാളെ ഒരു ദിവസം കൂടി ഇവിടെ ഉണ്ട്. 2 ദിവസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണെങ്കിൽ നമുക്ക് ബാക്കി സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഇതിന് മുന്നേ നമ്മുടെ ഈ കൊടൈക്കനാൽ ഭാഗത്ത് വന്നിട്ടുള്ളവരൊക്കെ ഇവിടെ കാണാൻ പറ്റിയ നല്ല പ്ലേസുകളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാവുന്നതാണ്. അപ്പം അധികം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.